വളരെ ഏറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും ഒരു പാർട്ടിസിപ്പേഷൻ കാണുമ്പോൾ ഒരു ഊർജം കൂടുതലാണ് എനിക്ക്. കാരണം ഞാൻ കുറേ കാലങ്ങളായിട്ട് ഈ പ്രസ് കോൺഫറൻസസൊക്കെ ചെയ്തിട്ടില്ല, കുറേ വർഷങ്ങളായി. ഇപ്പോൾ അത് വേണ്ടി വന്നു. അതായത് നമ്മുടെ അമ്മ എന്ന അസോസിയേഷൻ്റെ ഒരു ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ഓഗസ്റ്റ് 15-ന്. അതിൻ്റെ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് ഞാനിപ്പോൾ ഇന്നലെ അല്ലേ എൻ്റെ കൂടെ ഒരു 4-5 പേരും കൂടി വരേണ്ടതായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ അവരെല്ലാം പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നോടുള്ള പ്രോബ്ലമല്ല. അപ്പോൾ എന്തോ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് പ്രകാരം പത്രക്കാരെ കാണാൻ പാടില്ല എന്ന് ആരോ എവിടെന്നോ പറയുന്നു എന്നുള്ളതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, പത്രക്കാരെ കാണാൻ പാടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതെൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. കാരണം എനിക്ക് ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം പറയാനായിട്ടുള്ള വലിയൊരു ഒരു മീഡിയയാണ് ഈ ദൃശ്യമാധ്യമങ്ങൾ. അപ്പോൾ അതിനൊരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വരാനിരുന്ന ആൾക്കാർ ഭയത്തോടു കൂടി അവർ പിന്മാറി. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ പോവും. കാരണം ഇത് അമ്മ എന്ന സംഘടനയുടെ വളരെ 10-31 വർഷമായിട്ട് നടക്കുന്ന ഒരു വളരെ ഇഫക്റ്റീവായിട്ട് നടക്കുന്നൊരു സംഘടനയാണ്. അപ്പോൾ അത് ഈയിടെയാണ് അത് ഒരുപാട് ചില പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. അതുവരെ ഒരു പ്രശ്നങ്ങളില്ലാതെ വളരെ സൗഹാർദ്ദമായി തന്നെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണിത്. ഞാൻ അതിനു മുമ്പ് ഞാൻ ഒരു 5 നിമിഷം എന്നെപ്പറ്റി ഒന്ന് പരിചയപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ സിനിമയിൽ വന്ന കാര്യങ്ങളൊക്കെ, കാരണം ഞാൻ സിനിമയിൽ നടനായിട്ട് വരാൻ ആഗ്രഹിച്ചിരുന്നില്ലാത്തൊരു കാര്യമുണ്ട്. എനിക്ക് ആർമി ചേരാനായിരുന്നു. പക്ഷേ സിനിമയിൽ വന്നു. ഒരു 1984 ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, വെള്ളം എന്ന സിനിമ. അതിനുശേഷമാണ് ഞാൻ അതിൻ്റെ പരാജയമാണ്, അതിൻ്റെ ദാരിദ്ര്യം കൊണ്ടാണ് ഞാനൊരു സിനിമ നടനായത്. അന്നത്തൊക്കെ എൻ്റെ ആഗ്രഹം ഒരു സംവിധായകനാവാനായിരുന്നു. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് മുതൽ എൻ്റെ ഒരു ആഗ്രഹം സംവിധായകനാവാനായിരുന്നു. അതിന് കാരണം എൻ്റെ അമ്മാവൻ രാമു കാര്യേട്ടാണ്. രാമു കാര്യേട്ടൻ്റെ മകളെയാണ് ഞാൻ മാരേജ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കാലപ്രവാഹത്തിൽ എനിക്കത് ഒരു സംവിധാന മേഖലയിലേക്ക് വരാൻ സാധിച്ചില്ല. വെള്ളമെന്ന സിനിമ ഞാൻ സംവിധാനം ചെയ്യാൻ പോയതാണ്. പക്ഷേ അത് എല്ലാവരും കൂടി എന്നോട് പറഞ്ഞു അതിനുള്ള പ്രായമായിട്ടില്ല. 1984-ലാണത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ സിനിമ എൻട്രി തന്നെ ഈ വെള്ളമെന്ന ആ സിനിമയുടെ പ്രൊഡക്ഷനാണ്. അന്നത്തെ 84-ലെ ഏറ്റവും ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനായിരുന്നു. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഉപയോഗിച്ചിട്ടുള്ളൊരു അതൊരു വണ്ടർഫുൾ ഫിലിമായിട്ട് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ യൂട്യൂബിൽ അതുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വന്നത്. അങ്ങനെ ഞാൻ സിനിമയിൽ വരാനുള്ള കാരണം ഈ അത്രയും നല്ലൊരു സിനിമയായിട്ടും വലിയൊരു മമത് ഫിലിമായിട്ട് കൂടി അത് ഓടിയില്ല. അതിൻ്റെ ഒരു പരാജയമാണ്. അതിന് ശേഷമുണ്ടായ എൻ്റെ ദാരിദ്ര്യമാണ് എന്നെ ഒരു സിനിമ തന്നാക്കി. വളരെ യാദൃശ്ചികമായിട്ടാണ് വന്നത്. അപ്പം ഞാൻ അമ്മയുമായിട്ടുള്ള ഇത് പറയാൻ കാരണം അമ്മയുമായിട്ടുള്ള കണക്ഷൻ വരുന്നത് 1994 ഈ വളരെ സജീവമായിട്ട് അല്ലെങ്കിൽ തന്നെ അന്നത്തെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തകരിൽ ഫൗണ്ടർ മെമ്പർ എന്ന് പറയാനായിട്ട് ഞാനും കൂടി ഉൾപ്പെട്ടുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ചെയ്തത്. വളരെ നല്ല രീതിയിലായിരുന്നു അമ്മ. ഞാനിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ 31 വർഷം നമ്മൾ എല്ലാ വർഷങ്ങളും ഒരു ആവറേജ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ അമ്മ എന്ന സംഘടനയുടെ ഫണ്ടിൻ്റെ വരവ് ഒരു വർഷം ആവറേജ് ആയിട്ട് 8 കോടി ഉറുപ്പിയോളം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു വർഷം. അപ്പോൾ ആദ്യത്തെ നമ്മളൊരു 2-3 വർഷം മാറ്റി നിർത്തിക്കൊണ്ട് അതിന് ശേഷം വന്നിട്ടുള്ള എല്ലാ ഈ സ്റ്റാർ നൈറ്റിനും സ്റ്റാർ ഷോക്കിനും ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അറൗണ്ട് ഒരു ആവറേജ് 8 crores കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതാണ്ട് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ 248 കോടി ഉറുപ്പിയോളം ഈ കഴിഞ്ഞ 31 വർഷത്തിനുള്ളിൽ അമ്മ സ്വരൂപിച്ചിട്ടുണ്ട്.
ഇപ്പോൾ അമ്മയുടെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് 8 crores ആണ്, 8 കോടിയാണ്. അപ്പോൾ 248 കോടി ഉറുപ്പിക സമാഹരിച്ചിട്ട് 8 കോടിയിലേക്ക് നിൽക്കുന്നു. അപ്പോൾ ഈ പണമെല്ലാം ഉപയോഗിച്ചത് ഇവിടുത്തെ കഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇത് ഈ ഒരു സംഘടന എന്ന് പറയുന്നത് മോഹൻലാലിനോ മമ്മൂട്ടിക്കോ സുരേഷ് ഗോപിക്കോ ദിലീപിനോ പൃഥ്വിരാജിനോ വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷേ അവരുടെ സേവനങ്ങളാണ്. അവരില്ലെങ്കിൽ അമ്മയില്ല. കാരണം ഫണ്ട് ഉണ്ടാവണമെങ്കിൽ അവർ വേണം. അങ്ങനെയാണ് അത്രയും വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്നുള്ള ഒരു ചില മാറ്റങ്ങൾ വന്നു, പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ കഴിഞ്ഞ AGM-ൽ ഞാനുണ്ടായിരുന്നു. ആ സമയത്ത് മോഹൻലാലിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി ഇതിനകത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കില്ല, എനിക്ക് താല്പര്യമില്ല, കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ അംഗങ്ങളും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറ്റില്ല, ലാലേട്ടൻ തന്നെ വേണം എന്ന് പറഞ്ഞു. പക്ഷേ ലാൽ വളരെ എഡമൻ്റായിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ലാൽ ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ലാൽ ഇങ്ങനെ വിട്ടുപോകാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവാം. പക്ഷേ അടുത്ത ഇലക്ഷനിൽ ഈ അഡ്ഹോക് കമ്മിറ്റി മാറ്റി നിർത്തിക്കൊണ്ട് അടുത്ത ആവശ്യമുള്ള ആ കമ്മിറ്റിയുടെ ഇലക്ഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു മോഹൻലാൽ ഇതിനകത്ത് വരും, ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം തിരിച്ചു വരും. എന്നുവെച്ചാൽ മോഹൻലാലിന് വൈകാരികമായിട്ട് ഒരുപാട് ബന്ധമുള്ളതാണ് ഈ അമ്മ. അതുകൊണ്ട് അമ്മയെ അനാഥമാക്കിയിട്ട് പോകില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്തപ്പോൾ ഈ നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി യുടെ തലേ ദിവസം ഞാൻ നോക്കിയപ്പോൾ മോഹൻലാൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ വരില്ല, അതുകൊണ്ട് ഞാൻ നോമിനേഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് എനിക്ക് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി, എനിക്കൊരു ചുമതലയുണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മളൊക്കെ തുടങ്ങിയത് ഒരു സംഘടന ഇങ്ങനെ അനാഥമായിട്ട് അന്യം നിന്ന് പോകാൻ പാടില്ല. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത്. ഞാൻ അടുത്ത ദിവസം ഏറ്റവും ലാസ്റ്റ് ദിവസമാണ് ഞാൻ ഷൂട്ടിങ്ങിലായിരുന്നു. അവിടെ നിന്നൊരു കാറിൽ എൻ്റെ ഈ നോമിനേഷൻ പേപ്പർ ഒത്തിച്ച് ഈ 4 മണിക്കാണ് എൻ്റെ ക്ലോസിംഗ് ടൈം. അതിന് 1 മണിക്കൂർ മുമ്പാണ് ഈ ബോക്സിൽ എൻ്റെ നോമിനേഷൻ വീഴുന്നത്. അതുകൊണ്ടാണ് അല്പം താമസിച്ചത്. കാരണം എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം മോഹൻലാലൊക്കെ ഉണ്ട്, മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപി, പൃഥ്വിരാജ്, ദിലീപ് എല്ലാവരും ഉള്ളതുകൊണ്ട് അവരിലുള്ള വിശ്വാസമാണിത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് അങ്ങനെ വിട്ടിട്ട് പോകാൻ പാടില്ല എന്നുള്ള എൻ്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിതിനകത്ത് വന്നത്. അങ്ങനെ ഞാനിപ്പോൾ നോമിനേഷൻ കൊടുത്തു. പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ട് അതെല്ലാം ഞാൻ വിവരിച്ചിട്ട് സമയം കളയുന്നില്ല. അപ്പോഴാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പരാതികളും പ്രതികരണങ്ങളും അടിപിടിയും ഒക്കെ ആയിട്ട് അങ്ങനെ വന്നിരിക്കുന്നു. അപ്പോൾ ഞാനിത് നോക്കുമ്പോൾ ഇതിനെപ്പറ്റി വളരെ ശ്രദ്ധാപൂർവം ഇതിനെപ്പറ്റി അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഇതൊക്കെ വെറുതെ ഒരു ചെറിയ കാരണങ്ങളാണ്. അത് അമ്മയുടെ എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനോ എതിരായിട്ടോ അമ്മയ്ക്കെതിരായിട്ടോ അല്ല. ഇത് ഇസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ 2 പേഴ്സണാലിറ്റീസ്, അല്ലാതെ അമ്മയായിട്ടൊരു ബന്ധമല്ല ഇതിനകത്ത്. പക്ഷേ ഇതിൻ്റെ ഒരു ഔട്ട്കം, ഒരു ഇമ്പാക്റ്റ് വരുന്നത് മുഴുവൻ അമ്മ എന്ന സംഘടനയിലാണ്. അപ്പോൾ അതിൻ്റെ നിങ്ങളിൽ ഞാൻ ഇവിടെ എൻ്റെ ഒരു വരവ് ഇവിടെ വന്ന് ഇരിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അമ്മ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അസോസിയേഷനാണ്. എന്താണ് അമ്മയുടെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്നും പോകുന്നില്ല. ഞാൻ ഒറ്റ കാര്യം പറയാം. കാരണം എല്ലാ മാസവും 1-ാം തീയതി ഏതാണ്ട് 127ഓളം അംഗങ്ങൾ, കഷ്ടത അനുഭവിക്കുന്ന അംഗങ്ങൾ അവരുടെ ഗേറ്റിൽ ഇങ്ങനെ നോക്കിയിരിക്കും ഈ 5000 റുപ്യ കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഏതാണ്ട് 57ഓളം പേര് ഈ മറ്റേ രോഗാവസ്ഥയിൽ എടുക്കുന്ന ആൾക്കാർക്ക് അവരുടെ മെഡിക്കൽ കിറ്റ് എല്ലാ ദിവസവും 1-ാം തീയതി അവർക്ക് കിട്ടിയിരിക്കും. അത് അമ്മ അയക്കുന്നതാണ്. ഈ അമ്മയുടെ
ഈ സമ്മാനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് അംഗങ്ങളുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഒരു ഒറ്റ പോയിൻ്റ് മാത്രമേ ഉള്ളൂ, ഇതിപ്പോൾ എനിക്കോ അല്ലെങ്കിൽ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ഒന്നും ഇത് അമ്മയെക്കൊണ്ട് സാമ്പത്തികമായ ഒരു ബെനിഫിറ്റില്ല. അവർക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മളെല്ലാം കൂടി ചേർന്നിട്ട് ഇത്രയും ഈ അവശതയിൽ നിൽക്കുന്ന കഷ്ടപ്പെടുന്ന നമ്മുടെ ഈ സമൂഹത്തിലുള്ള സമൂഹം ഇൻ ദി സെൻസ് ഈ അമ്മയ്ക്കകത്തുള്ള ആൾക്കാരെ സഹായിക്കാൻ പറ്റും. അത് അവരുടെ ആ നന്മയ്ക്ക് കിട്ടുന്ന സന്തോഷമാണ് അവരുടെ ഗുണം. അല്ലാതെ അവർക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല. കാരണം എല്ലാ ഇതിനകത്തും എല്ലാ സ്റ്റാർ നൈറ്റിൽ നിന്ന് അവർ ഒരു പൈസ പോലും വാങ്ങാതെയാണ് ഈവൻ ട്രാവലിംഗ് എലവൻസോ അല്ലെങ്കിൽ ബാറ്റ ഗീറ്റ എന്നൊക്കെ ഒന്നും ചെയ്യാതെ അവർ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇത്രയും വിലപിടിപ്പുള്ള അവരുടെ ദിവസങ്ങൾ അമ്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 240 കോടിയോളം ഈ 31 വർഷത്തിനുള്ളിൽ സ്വരൂപിച്ചത്. അപ്പോൾ ഇത് മുഴുവനും ഇവിടുത്തെ അവശരായ കഷ്ടപ്പെടുന്ന അവർക്കാണ് ഗുണം കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഒരു വരവിൻ്റെ ഒരേ ഒരു ഒബ്ജക്റ്റീവ് ഇതാണ്. കാരണം അമ്മ എന്ന ഈ സ്ഥാപനം അന്യം നിന്ന് പോകരുത്. അതിന് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. കാരണം എനിക്കറിയാം ഇവിടെ ഇപ്പോൾ ഭയങ്കര ഫൈറ്റാണെന്നാണ് പറയുന്നത്. എല്ലാവരും കൂടി ഭയങ്കര ഫൈറ്റ് നടക്കുന്നു. അതിലിടയ്ക്ക് ആരോ ഇന്നലെ ഞാനൊക്കെ പറഞ്ഞു ഞാൻ ദേവൻ പിന്മാറിയേക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നു. അപ്പോൾ ദേവൻ പിന്മാറണമെങ്കിൽ ദേവൻ തീരുമാനിക്കണമല്ലോ. ഇത് എങ്ങനെയാണ് ന്യൂസ് പോയതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചില ചാനലൊക്കെ പറഞ്ഞു ദേവൻ ഒരു പക്ഷേ പിന്മാറിയേക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു ഞാനൊരു തീരുമാനം എടുത്തിട്ട് ഇതിനകത്ത് നോമിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐ എം എ ഫൈറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെ ഫൈറ്റ് ചെയ്യും. ഈ ജയപരാജയങ്ങൾ രണ്ടാമതാണ്, അത് പ്രശ്നമല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ അറിഞ്ഞത് ജഗദീഷ് അദ്ദേഹത്തിൻ്റെ പിന്മാറ്റത്തിൽ താല്പര്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചില വാർത്തകൾ ഞാൻ കണ്ടു. അത് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനങ്ങൾ, അതിൽ എനിക്ക് അഭിപ്രായം പറയാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന പിന്നെ 4-5 പേരും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാനിതിനകത്ത് ഉറച്ചു നിൽക്കുന്നുള്ളത് ഉറപ്പാണ്. ഇതിനകത്തൊരു മാറ്റമില്ല. കാരണം എൻ്റെ ഒബ്ജക്റ്റീവ്, എൻ്റെ ഒരു നിലപാട് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ പകച്ചു നിൽക്കുന്ന കുറേ അംഗങ്ങളുണ്ട്. അവരെ വേണം നമ്മൾ കാണാനായിട്ട്. ഞാൻ എല്ലാ അമ്മ അംഗങ്ങളോടും പറയുന്ന ഒറ്റ കാര്യമുള്ളത്, കാരണം എല്ലാ മാസത്തെ 1-ാം തീയതിയും അവരുടെ ഗേറ്റിലേക്ക് നോക്കി നിൽക്കുന്ന കഷ്ടപ്പെടുന്ന കുറേ അംഗങ്ങളുണ്ട് ഇവിടെ. അവരുടെ ജീവിതമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി വേണ്ടത്, പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും പേര് 120 + 57 പേർക്ക് ഏതാണ്ട് 200ഓളം വരുന്ന അംഗങ്ങൾക്ക് അവർ അനാഥമായി പോകും. അല്ല അവർക്ക് കിട്ടുന്ന ആ എമൗണ്ട് കിട്ടില്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവർക്ക്. അപ്പോൾ അത് സംഭവിക്കരുത്. അമ്മ നിലനിൽക്കണം. അതുമാത്രമല്ല, അമ്മ നിലനിൽക്കേണ്ടത് ഇവിടെ നമ്മുടെ മലയാള സിനിമയുടെ ഒരു ആവശ്യം കൂടിയാണ്. കാരണം നമുക്കറിയാം ഈ അമ്മ എന്ന സംഘടന ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഒരുപാട് കാര്യങ്ങളിൽ അമ്മയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അമ്മയെപ്പോലെ തന്നെ വളരെ റെസ്പോൺസിബിളായിട്ടുള്ള ഒരുപാട് നല്ല സംഘടനകൾ നിന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡയറക്ടേഴ്സ് അസോസിയേഷൻ, അങ്ങനെയുള്ള ഒരുപാട് ഫെഫ്ക, ഇതെല്ലാം വളരെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അമ്മ എന്ന സംഘടന ഒരു അമ്മയായിട്ട് തന്നെയാണ് അവർക്കും തോന്നുന്നത്. കാരണം ആ ഒരു തണൽ, അമ്മ എന്നൊരു തണലുണ്ട്, അത് ഒരു തണലാണ്. ആ തണൽ ഈ ഇൻഡസ്ട്രി തന്നെ അമ്മ എന്ന തണലിലാണ്. തണലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡിപ്പെൻഡബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിഴലിൽ, ആ തണുപ്പിൽ ജീവിക്കുന്ന അവസരം. കാരണം പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് പത്രക്കാരെ കാണുന്നത് പറഞ്ഞു. ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഒരു സ്ഥാപനമല്ലേ, നിങ്ങൾ എന്തിനാണ് ഇവരെ കാണുന്നതെന്ന് ചോദിച്ചു. പത്രങ്ങൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പത്രങ്ങൾ കാണാൻ പോകേണ്ടത് അത് ഇറ്റ്സ് മൈ റൈറ്റ്, മനസ്സിലല്ലേ. അപ്പോൾ അതുകൊണ്ട്
ആ പത്രങ്ങൾ കാണാൻ പാടില്ല എന്ന് പറയുന്നത് വെച്ചാൽ എന്തൊക്കെ ചില കാരണങ്ങൾ അവർ പറയുന്നു. അപ്പോൾ എൻ്റെ ഒരു നിലപാടെന്താണെന്ന് വെച്ചാൽ ഏതൊരു കലാകാരനും, അത് കലാകാരനായാലും കലാകാരിയായാലും, ഈ പ്രേക്ഷകരുടെ കൈത്തട്ടലിൽ മാത്രമാണ് അവരുടെ ജീവിതം, അല്ലാതെ അവർക്ക് ജീവിതമില്ല. ഈ പ്രേക്ഷകരുടെ കൈത്തട്ടൽ എപ്പോഴാണ് വരുന്നത്? കാരണം അവരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് നിങ്ങളാണ്, മാധ്യമപ്രവർത്തകരാണ്. അപ്പോൾ ആ ഒരു ലിങ്ക് ഉണ്ട്. അതായത് നിങ്ങളും നമ്മളൊക്കെ ഒരേ ഇതിൽ പോകുന്നവരാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. അത് നിങ്ങളിലൂടെയാണ് ഞങ്ങളുടെ വേദനകൾ, ഞങ്ങളുടെ സന്തോഷങ്ങൾ, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ജനങ്ങൾ അറിയുന്നത്. കാരണം ജനങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചു, ജനങ്ങൾക്ക് എന്ത് കാര്യം, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എന്ത് കാര്യം അമ്മയിൽ നിന്ന്? ചില ആൾക്കാരും കൂടി പറയുന്നുണ്ട്. ഞാൻ പറയും അതല്ല, ഇന്നിവിടെ ഇരിക്കുന്നതിന് കാരണം പ്രേക്ഷകരാണ്. ആ പ്രേക്ഷകരിലേക്ക് നമ്മുടെ വാർത്തകൾ എത്തിക്കുന്നത് മാധ്യമമാണ്. അപ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. അവരുടെ അടുത്ത് നമ്മുടെ വേദനകൾ പോയി പറയണം, നമ്മുടെ പ്രശ്നങ്ങളെ പറ്റി പറയണം. ഇതാണ് ഞാനിവിടെ വന്നിരിക്കാനുള്ളൊരു കാരണം. ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് 15 തീയതി നടക്കാൻ പോകുന്ന ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ ശക്തമായി തന്നെ ഉണ്ടാവും. ഞാൻ ഏതാണ്ട് ഒരു 80% ഇതിലത്തെ അംഗങ്ങളുമായിട്ട് ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അവരെല്ലാവർക്കും താല്പര്യമുണ്ട്. കാരണം ഓരോരുത്തർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു മൈനസ് പോയിന്റ് ഇല്ലാത്ത ഒരേ ഒരു നടൻ നിങ്ങളാണ്, നിങ്ങൾക്ക് ക്യാപ്പബിളാണ് എന്ന് പറയുന്നു. അത് മാത്രമല്ല, നിങ്ങൾക്ക് ക്യാപ്പബിലിറ്റി ഉണ്ട് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ അമ്മയുടെ പല മീറ്റിങ്ങുകളും ഉണ്ടാകുമ്പോൾ, സാധാരണ ഞാനും ഒരു 2 ടേമിൽ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വളരെ ശക്തമായിട്ട് ഇതിൻ്റെ അഭിപ്രായ വ്യത്യാസത്തോടു കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സംവിധായകന്മാർ എന്നെ വിളിച്ചു. ഈ സംവിധായകന്മാരൊക്കെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ, അതായത് മമ്മൂട്ടിയെ മമ്മൂട്ടി എന്ന് വിളിക്കുന്ന ഒരേ ഒരു നടൻ നിങ്ങളാണ്. അപ്പോൾ ഒരു മീറ്റിങ്ങിൽ ഒരു അമ്മയുടെ ഒരു മീറ്റിങ്ങിൽ എന്തോ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ മമ്മൂട്ടിയുടെ അഭിപ്രായം യോജിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, മമ്മൂട്ടി നിങ്ങൾ പറയുന്നത് ശരിയല്ല, നിങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞത് നിങ്ങളാണെന്ന് വലിയൊരു സംവിധായകനോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നമ്മളൊരു അസോസിയേഷൻ്റെ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ എൻ്റെ ഒറ്റ ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ, ഈ അമ്മ എന്ന സംഘടനയെ സജീവമാക്കുകയും സുസ്ഥിരമായ ഒരു ദൈനംദിന പ്രശ്നങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ട് എല്ലാവരെയും, ഈ വിഘടിച്ച് പകച്ചു നിൽക്കുന്ന എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഇതിനെ കൊണ്ടുപോകാനുള്ള ഒരു ദൗത്യമാണിത്. വലിയ ദൗത്യമാണ്. വെരി ഡിഫിക്കൽട്ടാണ്. പലരും എപ്പോഴും അറിയും, ഈ കലാകാരന്മാർ വളരെ സെൻസിറ്റീവാണ്, വെരി സെൻസിറ്റീവാണ്. അവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആനേനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം, പക്ഷേ ഈ കലാകാരന്മാരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർ ഹൈലി സെൻസിറ്റീവാണ്. പെട്ടെന്ന് അവർ പ്രൊവോക്റ്റ് ആവും. അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ കലാകാരന്മാരുടെ സംഘടനയിൽ എൻ്റെ ഒരു ധൈര്യം, എനിക്കത് സാധിക്കുമെന്നുള്ളത്. ഈ പൊട്ടലും പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ ഒരു മനോഹരമായ പണ്ടത്തെ ഇത് ആരംഭിക്കുമ്പോഴുള്ള വലിയ രഥങ്ങളായ ആൾക്കാർ ഇരുന്നിട്ടുള്ള ഒരു അസോസിയേഷനാണിത്. അവർ ഇരുന്ന സമയത്തുണ്ടായ അതേ രീതിയിലുള്ള ഒരു അമ്മയെ മറുപടിയും പുനർനിർമ്മാണം ചെയ്യാനുള്ള ഒരു ദൗത്യമാണ് എൻ്റേത്. ആ ദൗത്യത്തിൽ ഞാൻ ഇവിടെ നിങ്ങളോട് വന്ന് കാരണം ഇതിപ്പോൾ അറിയില്ല ഈ എന്താണ് ഒരു പ്രോട്ടോക്കോളോ എന്തൊക്കെ പറഞ്ഞു, അത് കോഡ് ഓഫ് കണ്ടക്റ്റ്, നിങ്ങൾ വാർത്താ സമ്മേളനം നടത്താൻ പാടില്ല എന്ന് ഇന്നലെ ആരും എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ നടത്തും, അതെൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. കാരണം ഞാൻ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ഈവൻ ജനറൽ ഇലക്ഷനിൽ വരെ നമുക്കറിഞ്ഞൂടെ, 2 ദിവസത്തിന് മുമ്പ് വരെ നമുക്ക് എന്ത് വേണം ചെയ്യാമല്ലോ, ക്യാമ്പയിൻ ചെയ്യാമായിരുന്നു. ഞാൻ 2 ജനറൽ ഇലക്ഷനിൽ നിന്നിട്ടുള്ള ആളോട് പറയുന്നത്, 2 ദിവസം മുമ്പ് വരെ നമുക്ക് എന്ത് വേണമെങ്കിൽ പത്രക്കാരെ കാണാം. കാരണം പത്രക്കാരെ കാണാണ്ട് നമ്മൾ എങ്ങനെ നമ്മളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും? ഇറ്റ്സ് ഡിഫിക്കൽട്ട്. വേറെ വഴിയില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വഴി തേടിയിട്ടാണ് ഞാൻ അടുത്ത് വന്നിട്ടുള്ളത്. കാരണം എൻ്റെ ആശയങ്ങൾ, ഞാൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, എൻ്റെ നിലപാട് ഇതാണ്. അങ്ങനെ വിഘടിച്ച് നിൽക്കുന്നവരെല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുപോയി പണ്ടത്തെ
ഒരു വളരെ മനോഹരമായ ഒരു അമ്മ ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അതിന് നിങ്ങളുടെ പിന്തുണയും നിർദ്ദേശങ്ങളും എനിക്ക് വേണം. നമസ്തേ. എന്താണ്? അതെ 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 ആ അല്ല, അതെന്താ വെച്ചാൽ ഇപ്പോൾ ബാബുരാജ് മത്സരിക്കുന്നു, പക്ഷേ അതിനു മുമ്പ് ആരോപണ വിധേയരായ ആൾക്കാർ ഇപ്പോൾ സിദ്ദിഖിൻ്റെ കാര്യം എടുത്തോളൂ. സിദ്ദിഖിന് ആരോപണ വിധേയനായ ആ നിമിഷം അയാൾ രാജിവെച്ചു, വെയിറ്റ് ചെയ്തിട്ടില്ല. ഈ അലിഗേഷൻ വന്ന ഉടനെ രാജിവെച്ചു. അതേപോലെ തന്നെ ഇതിന് കുറച്ച് സമയമെടുത്തെങ്കിലും ഇടവേള ബാബു, വിജയ് ബാബു എല്ലാവരും അങ്ങനെ രാജിവെച്ച് പോയി. ഈ ബാബുരാജ് മാത്രമാണ് ഇങ്ങനെ വളരെ എഡമെൻ്റായിട്ട് നിൽക്കുന്നത്. പക്ഷേ അതിന് നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം അതിനൊരു പ്രോസസ്സുണ്ട്. ഒരു അംഗത്തിനെ നമ്മൾ പുറത്താക്കണമെങ്കിൽ വേറെ സം പ്രോസസ്സ്. പക്ഷേ അതിന് ഏറ്റവും വലിയൊരു കോടതി ആരാണ്? ഒരു അസോസിയേഷൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെയോ ഒരു വലിയൊരു കോടതിയാണ് AGM, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. അത് വലിയൊരു ബോഡിയാണ്. അതിലെടുക്കുന്ന തീരുമാനമാണ് ഫൈനൽ. ഒരു കോടതിക്കും അത് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെയുള്ള ആരോപണ വിധേയരായ ആൾക്കാർ ഇവിടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ അംഗങ്ങൾക്ക് വോട്ട് ചെയ്ത് തോൽപ്പിക്കാൻ പറയാം. മനസ്സിലായില്ലേ? അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ 15-ാം തീയതി നടക്കാൻ പോകുന്ന ഈ മത്സരം എന്ന് പറയുന്നത് വേണ്ടാത്തവരെ പുറത്താക്കാനുള്ള ഒരു പ്രോസസ്സ് നടക്കേണ്ടത്. അവർക്ക് ഈ AGM-ന് ആനുവൽ ജനറൽ ബോഡിയും ആ ഒരു ബോഡിക്ക് 6 വേണമെങ്കിലും പുറത്താക്കാൻ സാധിക്കും, ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അംഗങ്ങൾ തീരുമാനിക്കട്ടെ. ഇനി ഒരു 15 ദിവസം കൂടിയുള്ളൂ. അപ്പോൾ ആരൊക്കെ ഇവിടെ ഉണ്ടാവും ഇല്ലാന്നിരിക്കും. നമുക്ക് ഈ 15-ാം തീയതി നമുക്കറിയാം. ഈ ആരോപണ വിധേയരായ ആൾക്കാർ ഇപ്പോഴും മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ അവരെ തോൽപ്പിക്കാനുള്ള ഒരു 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 റൈറ്റ്, ഒരു അവകാശം, റൈറ്റ് ഇവർക്കുണ്ട്. AGM-ന് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആ അല്ല, ദിലീപിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ദിലീപിനെ നമ്മൾ ഇതൊന്നും നോക്കാതെയാണ് അദ്ദേഹത്തെ ബാൻ ചെയ്തത്. നിങ്ങൾ അംഗത്വം വരെ നമ്മൾ മാറ്റി ഇല്ലയാ, അദ്ദേഹത്തിന് നമ്മൾ മാറ്റിക്കളഞ്ഞു. അത് അമ്മയുടെ ഒരു അഡ്വാൻറ്റേജാണ് ഞാൻ കാണുന്നത്, അമ്മയുടെ വിജയമായിട്ട് ഞാൻ കാണുന്നത്. ദിലീപ് പോലെ ശക്തനായ ഒരു നടനെ അദ്ദേഹത്തിന് ആരോപണ വിധേയനായ ഉടനെ മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ആ മീറ്റിങ്ങിൽ ഞാനൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കിയില്ലേ? പേഴ്സണൽ ബന്ധം കൊണ്ട് അധികാരം കിട്ടില്ല. നോ, ഇതിന് അധികാരം കിട്ടണമെങ്കിൽ എലക്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അധികാരമുള്ളൂ. അതിന് പേഴ്സണലായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ബാബുരാജ് എൻ്റെ ഫ്രണ്ടാണ്, ആരോപണ വിധേയരായ ആൾക്കാർ എൻ്റെ ഫ്രണ്ടാണ്, അത് വേറെ വിഷയം. പക്ഷേ അവർക്ക് അവരുടെ കാര്യങ്ങളിൽ നമുക്ക് ഒരു ഒഫീഷ്യലായിട്ടുള്ള ആധികാരികമായ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സ്ട്രിക്റ്റായിട്ട് അമ്മയുടെ ബൈലോസ് നോക്കും. അത് എൻ്റെ അതിൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ, എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഈ സ്ത്രീകളുടെ ഇത് വെച്ചാൽ ഇപ്പോൾ ഈ വനിതാ റിസർവേഷൻ ബില്ലോ അല്ലെങ്കിൽ വനിതാ റിസർവേഷൻ ആക്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് റിസർവേഷൻ ആവരുത്. അത് അവരുടെ റൈറ്റാണ്, സ്ത്രീകളുടെ റൈറ്റാണത്. ഈക്വൽ റൈറ്റ് ആണ്. 50% സ്ത്രീകളുടെ റൈറ്റാണത്. ദേ ഹാവ് ടു ഫൈറ്റ് ഇറ്റ് ഓഫ് ആൻഡ് ഗെറ്റ് ഇറ്റ്. അല്ലാതെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ, ജഗദീഷ് എന്താ പറയുന്നത് വെച്ചാൽ, ഞങ്ങൾ ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീ പ്രാതിനിധ്യത്തിനും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സീറ്റ് മാറുന്നു, എന്നിട്ട് ആ സീറ്റിലേക്ക് ശ്വേതാമേനൻ പോയിരുന്നാൽ ശ്വേതാമേനോട് അത് നാണക്കേടല്ലേ? അല്ല, സ്ത്രീകൾക്ക് നാണക്കേടല്ലേ? കാരണം ഒരു പുരുഷൻ്റെ ഒരു ഔദാര്യമാണത്.
അല്ലല്ല, സ്ത്രീകൾ എന്ന് വെച്ചാൽ ദേ ഹാവ് ടു ഫൈറ്റ് ഇറ്റ് ഔട്ട്. അല്ലാതെ ഞാൻ മാറുന്നു, നമ്മുടെ ശ്വേതാ മേനോൻ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ശ്വേതാ മേനോൻ അതൊരു ഇൻസൾട്ട് അല്ലേ? ഇറ്റ്സ് എൻ ഇൻസൾട്ട് ടു ശ്വേതാ മേനോൻ, ഇറ്റ്സ് എൻ ഇൻസൾട്ട് ടു വിമൻഹുഡ് അല്ലേ? അപ്പോൾ അത് ശരിയല്ല. ഞാൻ ഈ സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് 100%. ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ 50% അത് ഞാനിപ്പോൾ ആ റിസർവേഷൻ എന്നല്ല, എനിക്ക് റൈറ്റ് ഉണ്ട് അവർക്ക്. അല്ല, ഈ പുരുഷന്മാർ ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുത്ത് കൊടുക്കുന്ന ഒരു ദാനമാകരുത്, ഔദാര്യമാകരുത്. അപ്പോൾ അതുകൊണ്ട് 50% ഒക്കെ ഈ സ്ത്രീകൾക്ക് റൈറ്റ് ഉണ്ടത്. അപ്പോൾ ഈ പറയും സമവായത്തിന് എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല. എൻ്റെ അടുത്ത് ആരും വരില്ല. കാരണം എൻ്റെ സ്വഭാവം അറിയാം. എൻ്റെ അടുത്ത് ഇതേവരെ ഒരാളും പറഞ്ഞിട്ട് നിങ്ങൾ ഇത് നടത്തണോ. ഞാനിതിനകത്ത് പിന്നെ വരുന്ന കാര്യത്തിലും ആരുടെയും സമ്മർദ്ദമില്ല എനിക്ക്. ഈ പേപ്പറിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എൻ്റെ ഒരു പേഴ്സണൽ ഡിസിഷനാണ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇതില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. കാരണം ഞാൻ ഇപ്പോൾ കണ്ടു ഞാൻ ഒറ്റയ്ക്കാണ്. കാരണം എൻ്റെ കൂടെ ഇങ്ങോട്ട് വരാമെന്ന് എനിക്ക് വാക്ക് തന്ന് ഇന്ന് രാവിലെ നമുക്ക് കാണാമെന്ന് പറഞ്ഞ 5-6 പേരുണ്ട്. 5-6 പേര് ഇന്ന് രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ വരുന്നില്ല, ആകെ പ്രശ്നമാകുമെന്ന് പറയും. അപ്പോൾ ആ പ്രശ്നം ഇന്ന് പറഞ്ഞിട്ട് കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ കാരണം വെച്ചാൽ ഞാൻ തീരുമാനിക്കുന്നത് വളരെ വളരെ ആലോചിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കാറുള്ളൂ. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് മാറുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അല്ല, എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവരാ പറഞ്ഞത്, എൻ്റെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചാൽ അവരാരാണ് ഇതിൻ്റെ ഓർഡർ ഇട്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അവർക്കുള്ള അവകാശമില്ല. അവർക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ്സ് മൈ പേഴ്സണൽ റൈറ്റ്. ഐ വുഡ് ഹാവ് റൈറ്റ് ടു മീറ്റ് പ്രസ് അല്ലേ? അപ്പോൾ അവർ പറഞ്ഞു അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പിന്നെ ഒരു ഭീഷണിയും കൂടി ഉണ്ട് എനിക്ക്. ഭീഷണി പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ നോമിനേഷൻ ലാപ്സായിട്ട് പോകുമെന്ന് പറഞ്ഞു. നോ പ്രോബ്ലം, ഐ വിൽ ഗോ ടു ദി കോർട്ട്. ഇവിടെ ഒരു കോടതി ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും എനിക്കൊരു ഇഷ്യൂ അല്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ടൊരു പ്രസ് മീറ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി ദർ ഇസ് നോ ചേഞ്ച്. ഞാൻ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് നല്ലതാണ്. അവർ പറഞ്ഞെങ്ങനെയാണ്, നീ നിന്നത് നന്നായി. അതായത് നീ നിന്നത് നന്നായി എന്നാണ് മമ്മൂട്ടിക്ക് പറഞ്ഞത്. സുരേഷ് ഗോപി എല്ലാവരും അങ്ങനെ പറഞ്ഞത്. അവർ ദേവന് വോട്ട് ചെയ്യാനായിട്ട് ആരുടെ പറയില്ല. ഇപ്പോൾ ഞാൻ ഒന്ന് കേട്ടു, ഈ ജഗദീശ് പറഞ്ഞു ഞാൻ മോഹൻലാലും മമ്മൂട്ടിയും അല്ലെങ്കിൽ സുരേഷ് ഗോപിയും കൂടി ചേർന്നിട്ടാണ് എന്നെ ചേർത്തത്. ഒരിക്കലുമല്ല. They will not do it. കാരണം ഐ നോ ദം. ഒരു കാരണവശാലും ആർക്ക് വേണ്ടിയിട്ടും ഈ കാര്യം ഒരു അൺഓതറൈസ്ഡ് ഔട്ട് ഓഫ് ദി വേ ചെയ്യുന്നവരല്ല ഈ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപി. അത് വെറുതെ എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്നറിയില്ല. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും പേഴ്സണലായിട്ട് അറിയാവുന്ന അവരുടെ സ്വഭാവത്തെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് പറയാം. They will not do it. അത് വെറുതെ ഒരു എലിഗേഷനായിട്ട് പോയതാണ്. അല്ല, അവരൊക്കെ ആ കാര്യങ്ങൾ എൻ്റെ ഒപ്പുണ്ടാവും. എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ വിഘടിച്ച് നിൽക്കുന്നവരും എന്നോടൊപ്പം ഉണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ അവരെ കൊണ്ടുവരും. നമുക്ക് ഒരുപാട് കാര്യം ഇപ്പോൾ ക്രോസ് ടേബിൾ ഇരുന്നിട്ട് അവരുടെ ഇഷ്യൂസ് എന്താണ്, അവർക്ക് പ്രശ്നം എന്താണ്, അവരുടെ വേദന എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഈ അമ്മയായിട്ടുള്ള പ്രശ്നമല്ലത്. ഇത് പേഴ്സണാലിറ്റി പ്രോബ്ലംസാണ്, പേഴ്സൺ ടു പേഴ്സൺ. അത് അവരുടെ ഈഗോ പ്രശ്നങ്ങളാണ്. അത് നമ്മൾ ആ ഈഗോ നമ്മൾ ഈ ആരൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അവരെ കൂട്ടിയിരുത്തി കഴിഞ്ഞാൽ ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്. അവരെ വിളിച്ച് വരുത്തിയിട്ട് രണ്ടുപേരും അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. അത് ഞാൻ ഉണ്ട്. പക്ഷേ അതിനെപ്പറ്റി എനിക്കിപ്പോൾ പറയാൻ നിവൃത്തിയില്ല, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അധികാര സ്ഥാനത്ത് വന്നാൽ ഇതെല്ലാം ഞാൻ അന്വേഷിക്കും. ഇപ്പം എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ല. നമുക്ക് അറിയാത്തൊരു വിഷയം നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റില്ല.
ഒരിക്കലുമില്ല. കാരണം ഇത് അന്ന് മുതൽ ഡേ 1 മുതൽ ഇവിടെ എല്ലാ പാർട്ടികളിലും ആൾക്കാരുണ്ട്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരുണ്ട്, BJPയുടെ ആൾക്കാരുണ്ട്, പിന്നെ ലീഗിൻ്റെ ആൾക്കാരുണ്ട്, കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ട്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആൾക്കാർ ഇതിനകത്തുണ്ട്. ഇതേവരെ അങ്ങനെ ഒരു സംസാരമോ ഒരു പ്രവർത്തനമോ ആരുടെ കയ്യിലുണ്ടായിട്ടില്ല. ഒരിക്കലും അമ്മയിൽ ഈ കക്ഷി രാഷ്ട്രീയമില്ല, 100% ഇല്ല. അത് സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ഹേമ കമ്മീഷൻ വന്നല്ലോ. അപ്പോൾ ഹേമ കമ്മീഷൻ വന്നതോടുകൂടി അപ്പോൾ ലാല് ഇതിനെപ്പറ്റി അപ്പോൾ അങ്ങനെയാണല്ലോ ലാല് ഇതിനകത്ത് ഇടപെട്ടത്. അപ്പോൾ ലാലിൻ്റെ ഒരു പ്രസ് കോൺഫറൻസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാതിരിക്കാം. അപ്പോൾ ലാല് നേരിടേണ്ടി വന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ലാല് പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത്? അത് അമ്മയാണ് പറയുന്നത്. അമ്മ എങ്കിൽ ലാലിനെതിരായാണ് ഈ വിരൽ ചൂണ്ടുന്നത്. സൂചി മോഹൻലാലിന് എതിരായിട്ടാണ് എല്ലാവരും പറയുന്നത്. അത് ശരിയല്ലായിരുന്നു. അപ്പോൾ അത് ഇവിടെ ആരോപണ വിധേയരായവർക്കും കുഴപ്പമില്ല. പക്ഷെ മോഹൻലാൽ എന്ന ആ മഹാനടനെ വന്നിട്ട് എല്ലാ പത്രങ്ങളും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതിൽ അദ്ദേഹം വളരെയധികം, കാരണം എനിക്കറിയാം, അത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇത്രയും നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ആയല്ലോ, കാരണം എനിക്കിന് ആ സ്ഥാനം വേണ്ട. ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണല്ലോ ഇവർ വന്ന് എന്നോട് ചോദിക്കുന്നത്. എനിക്ക് സ്ഥാനം വേണ്ട. കാരണം നമ്മൾ ഒരു സ്വാർത്ഥമായ താല്പര്യം ഒന്നുമില്ലാതെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അത് ഇത്രയും കാലം ചുറ്റും കൂടി അദ്ദേഹം ശരിക്കും വേദനിച്ചു. അദ്ദേഹം കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്. കാരണം നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് അവസാനം ഇതെല്ലാം കൂടി ഞാൻ ചെയ്ത പോലെയാണ് എൻ്റെ അടുത്തുള്ള ചോദ്യങ്ങൾ വരുന്നത്. അതെനിക്ക് വല്ലാണ്ട് എന്നെ ഒരു പീഡനം തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് മൂപ്പര് പറഞ്ഞത് ഞാൻ ഇതിൽ നിൽക്കില്ല. കാരണം ഞാൻ എപ്പോഴും നിങ്ങളുടെ ഒപ്പുണ്ടാവും. അത് മോഹൻലാലും മമ്മൂട്ടും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഒപ്പുണ്ടാവും. പക്ഷേ ഒരു അധികാര സ്ഥാനത്തിന് ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി, ഇതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഒന്നും എടുക്കാനായിട്ട് എനിക്ക് സാധ്യമല്ല. അതാണ് ആ സാഹചര്യം. അതാണ് എനിക്ക് ഒരു പാനലും ഇല്ല, എനിക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. ഞാൻ വരുന്നു, നമ്മൾ അംഗങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യട്ടെ. അല്ലാണ്ട് ഒരു പാനൽ എടുത്തിട്ട് ഇങ്ങനെ പാനലൊക്കെ വരുന്നത് എല്ലാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം ആരൊക്കെയാണ് ഇതിന് യോഗ്യർ. അതായത് നല്ലൊരു ഇഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു പാനലിനെ നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഇപ്പം തന്നെ ഒരു പാനൽ വെച്ചിട്ട് അത് പാനൽ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കാരണം ഒരു പാനൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ വോട്ട് കിട്ടും, ഇവരുടെ വോട്ട് കിട്ടും. ഞാനൊരു പാനലില്ല. അപ്പോൾ എനിക്ക് കിട്ടാവുന്ന വോട്ടുകൾ എന്നെ സ്നേഹിക്കുന്നവരാണ്, എന്നെ വിശ്വസിക്കുന്നവർ, എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന അംഗങ്ങൾ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അത് എനിക്ക് കിട്ടുമെന്നുള്ള ഉറപ്പുണ്ട്. ദാറ്റ്സ് ഓൾ. എന്തെങ്കിലും ഉണ്ടോ ഇനി ബാക്കി? ഒരിക്കലും ഉണ്ടാവില്ല. ഇല്ലില്ല. എനിക്ക് ജനങ്ങളെ അറിയാമല്ലോ. ഞാൻ ജനങ്ങളുമായിട്ട് എപ്പോഴും അടുത്ത് പെരുമാറുന്ന ആൾക്കാരാണ്. എൻ്റെ അടുത്തൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ ശ്വേതാമേനോൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കുന്ന അത് എൻ്റെ ഒരു ഫൈറ്റാണ്. ലെറ്റ് ഹർ ഫൈറ്റ്. അപ്പോൾ അവർ ജയിക്കട്ടെ. അവർക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ, അവർക്ക് അതിനുള്ള സാമർഥ്യം ഉണ്ടെങ്കിൽ, അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ടെങ്കിൽ ലെറ്റ് ഹർ വിൻ. അല്ലാണ്ട് എനിക്ക് അതുകൊണ്ട് ഒരു പ്രശ്നം, കാരണം ഞാൻ ഇവിടുന്ന് മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതിപ്പോൾ ഞാൻ നോമിനേഷൻ കൊടുക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പിന്നെ ആരൊക്കെയാണ് നിൽക്കുന്നത് നോക്കിയിട്ടല്ല. അതിപ്പോൾ രാഷ്ട്രീയമായാലും ശരി, ഈ നമ്മുടെ അമ്മയായാലും ശരി, ഞാൻ എൻ്റെ നോമിനേഷൻ കൊടുക്കുന്നത് ദർ ആർ സം ഐഡിയോളജി വിത്ത് മീ. ഒരു ആശയങ്ങളുണ്ട്, അതിൻ്റെ പേരിലാണ് ഞാൻ നിൽക്കണത്. അതല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇവരാണ്, അതുകൊണ്ട് ഞാൻ നിൽക്കണം. നോ, ആര് നിന്നാലും ഞാൻ നിൽക്കും. ഇത്രേ ഉള്ളൂ.